കാലം ഇന്നിവന്റെ ഊഴം കൺതുറന്ന് കണ്ണിറച്ച് കാണുക മോണെ ജാട പച്ചയായ ജാട ഉച്ചമാണ് പോള. ഹലോ ഗൈസ്, എല്ലാവർക്കും ലേക്ക് സ്വാഗതം. അപ്പോൾ റമദാനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റൽ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ഉമ്മാൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ വീട്ടിലെത്തി. കുറച്ച് ദിവസം ലേറ്റായി നമ്മൾ വീഡിയോസിലൊക്കെ ഇടാൻ. അപ്പോൾ നമ്മൾ ഇപ്പോൾ വീട്ടിലാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി, ചോറ് കറി ഉണ്ടാക്കാണ്. നമ്മൾ അത്യാവശ്യം കുറേ ലേറ്റ് ആയിട്ടുണ്ട് വീഡിയോസ് ഇടാൻ. ഇന്നത്തെ ചോറിൻ്റെ കൂടെ സോയാബീനായിരുന്നു. അതൊക്കെ ഉണ്ട്. സോയാബീന് കറി, ഉപ്പേരി നമ്മളൊന്ന് ഇളക്കുണ്ടോ. ബീട്രൂട്ടും പയറുമാണ്. പിന്നെ ഗൈസ് പപ്പടവും ഉണ്ട്. അതിനകത്ത് ജുമാക്ക് പോകാൻ നിൽക്കുന്നു. അപ്പോൾ കാക്കാനൊന്ന് വേർപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം അത് ജനാൽക്കൂടെ കാക്കാൻ്റെ തലക്കൊരു കൊടുക്കാനാണ് പ്ലാൻ. അപ്പോൾ ഫസ്റ്റൊക്കെ നോക്കാൻ തന്നെ കാക്ക ഇളക്കി. അപ്പോൾ പേടിച്ച ഉന്തിയിട്ടുണ്ട് ഗൈസ്. കാക്കാനെ ചീത്തയൊക്കെ ഉണ്ട്. നമുക്ക് അടി ചെന്ന് നോക്കാം. റിയാക്ഷൻ ഒന്നുമില്ല. ആരറിയാൻ എന്ത് അറിയില്ല ആയിരിക്കുക. അപ്പം ഗൈസ് നമ്മൾ തറവാട്ടിൽ നിന്ന് ഇത് കൊണ്ടുവന്ന് എന്ത് കൈതച്ചക്ക. അപ്പോൾ നമ്മൾ അത് നുറുക്കി ഉണ്ടാക്കുകയാണ്. അതിൻ്റെ ഉപ്പേരിക്കും പപ്പക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പപ്പക്കൊക്കെ നല്ല കൂടുതൽ ഇഷ്ടമാണ്. ചിക്കനും ഉണ്ട് ഗൈസ്. രാത്രിക്ക് നമ്മൾ ചിക്കൻ വരട്ടിയോ ഉണ്ടാക്കുന്നുണ്ട്. പാത്രം മോറാൻ കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് കറിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയ കുറച്ചും കൂടി ഉണ്ടായിരുന്നു. നമ്മൾ ഉച്ചക്ക് ഉണ്ടാക്കിയ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ ചിക്കൻ വരട്ടിയതും സോയാബീനും അച്ചാറും അതൊക്കെ പാടെ കൂട്ടി അടിപൊളിയാക്കി. പിന്നെ വാപ്പ പിറ്റേ ദിവസമായിട്ടാണ്, ഒരു ദിവസം കഴിഞ്ഞ്. നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ 2 വീഡിയോ ഒപ്പം കിട്ടുകയാണ്. ഇനി അങ്ങോട്ട് നമ്മളെ സ്ഥിരം വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ബാപ്പ കഞ്ഞി തന്നെ പയർ കൂട്ടാനും ഇതൊക്കെ പാടിട്ടൊരു കേക്കാണ്. ഗൈസ് കടുക് നമ്മൾ എണ്ണയിലിട്ട് പൊട്ടിക്കാൻ പോകാം കേട്ടോ. പൊട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ അതിലേക്ക് ഉള്ളിയും മുളകും ഇട്ടെടുക്കുകയാണ്. കഴിഞ്ഞിട്ട് നമ്മൾ കരിവേപ്പിൻ്റെ ഇല ഇട്ടു. വേപ്പിൻ്റെ ഇല നമ്മൾ സ്പൂണൊക്കെ കഴുകുകയാണ് കേട്ടോ. കഴുകാൻ കുറച്ചുണ്ട്. നമ്മളൊന്ന് ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ നമ്മൾ ബീട്രൂട്ട് ഇടുകയാണ് കേട്ടോ. അപ്പം അതൊക്കെ ഇട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുകയാണ് കേട്ടോ. നമ്മുടെ ഓടി കളിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ ഉപ്പ് പൊടി ഇടുകയാണ്. അതിൻ്റെ മുരിങ്ങൻ്റെ ഇല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് വീഴാൻ പോയി, പ്രശ്നമൊന്നുമില്ല. നമ്മൾ ആ മുരിങ്ങൻ്റെ ഇല ഒക്കെ റെഡിയാക്കി. അത് കഴിഞ്ഞിട്ട് ആദ്യം ഇട്ടീന്നൊക്കെ നമ്മൾ മാറ്റി കുറച്ചും കൂടി ഉള്ളി ഇട്ടു. പുറത്തത് ചോറാവുണ്ട്. നമ്മളെ കറമ്പി പൂച്ച ഇത് ഇവിടെ നമ്മളെ മുറ്റത്ത് എന്നും വന്നിരിക്കും. നമ്മളെ കൂടെ തൊടാനും പിടിച്ചാനൊക്കെ സമ്മതിക്കണ. നമ്മൾ വളർത്താമെന്ന് പറയാൻ പറ്റും. കാരണം നമ്മളതിന് ഫുഡ് കൊടുക്കലും തൊടലും പിടിച്ചാലും അതിനെ വളർത്തലൊക്കെ ഉണ്ട്. പക്ഷെ വീടിൻ്റെ ഉള്ളിൽ കയറ്റില്ല കേട്ടോ. സിറ്റ് ഔട്ടിലിരിക്കും. പിന്നെ എപ്പോഴും നമ്മളെ പടിയിൽ വന്നിരിക്കും. പിന്നെ നമ്മളെന്തെങ്കിലും ഫുഡ് അതിന് കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ ഓടി വന്നിട്ട് അവിടെ മതിൽമ വന്നിരിക്കും.
അപ്പം അത്രയുള്ള നമ്മുടെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ബൈ ബൈ. അനുഭൂതകാലം ഇന്നിവന്റെ ഊഴം കൺതുറന്ന് കണ്ണിറച്ച് കാണുക മോനെ ജാട പച്ചയാ ചാട പുച്ഛമാണ് പോട ഒന്നിടഞ്ഞു നോക്കണ ജാട ചുറ്റുമെന്ന് സൂയ വലിയവർക്ക്